മോളിവുഡ് 1000 കോടിയല്ല 2000 കോടി നേടിയാലും സംശയിക്കേണ്ടെന്ന് പറയേണ്ടി വരും. അത്രയ്ക്കധികം പ്രതീക്ഷ നൽകുന്ന സിനിമകളാണ് മലയാളത്തിന്റെ സിനിമാ കൊട്ടകയിൽ ഒരുങ്ങുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രവും അടുത്ത ഹിറ്റിലേക്ക് മലയാള സിനിമയെ കൊണ്ടുപോകുന്നു എന്ന സൂചനകളാണ് റിലീസ് ദിവസം തന്നെ ലഭിച്ചിട്ടുള്ളത്. അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിൽ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന് 1 കോടിയിലധികം രൂപ മുൻകൂറായി ലഭിച്ചുവെന്നാണ് വിവരം. ആദ്യദിന കളക്ഷൻ റിപ്പോർട്ടുകൾ അടുത്ത ദിവസങ്ങളിൽ പ്രേക്ഷകർക്ക് അറിയാനായേക്കും. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സിനിമയും മികച്ച അഭിപ്രായം തിയേറ്ററുകളിൽ നേടുന്നുണ്ട്. മാത്രമല്ല, ഇനി വരാനിരിക്കുന്നത് മമ്മൂക്കയുടെ ടർബോയാണ്. സൂപ്പർ ഹിറ്റിൽ കുറഞ്ഞതൊന്നും ടർബോയിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഉറപ്പാണ്. താരപരിവേഷങ്ങളില്ലാതെ ആഴമുള്ള തിരക്കഥ കൊണ്ടും ചിത്രീകരണ മികവ് കൊണ്ടും മറ്റു ഭാഷകളെ പോലും മലയാള സിനിമ ഞെട്ടിക്കുന്ന കാലമാണ് കടന്നുപോകുന്നത്. അത്യപൂർവമായി മാത്രം 50 കോടി 100 കോടി ക്ലബ്ബുകളിലേക്കൊക്കെ ചിത്രങ്ങൾ എത്തുന്ന ഒരു കാലം മലയാള സിനിമയ്ക്കുണ്ടായിരുന്നു. ഒരു വർഷത്തെ മുഴുവൻ കണക്കെടുത്ത് നോക്കിയാൽ പോലും 100 കോടിയിൽ എത്താത്ത കാലവും മലയാള സിനിമയ്ക്ക് ഒരിക്കലുണ്ടായിരുന്നു. എന്നാൽ വെറും 5 മാസം 8 സിനിമകൾ, ഗ്രോസ് കളക്ഷൻ 985 കോടി രൂപ, ഈ മാസം ഇറങ്ങുന്ന 2 ചിത്രങ്ങളുടെ കളക്ഷൻ കൂടി എത്തിയാൽ 1000 കോടി എന്നിങ്ങനെയുള്ള വമ്പൻ മലയെ ചരിത്രത്തിൽ ആദ്യമായി മലയാള സിനിമ മറികടക്കുകയാണ്. 2023 ആകെ 500 കോടി ലഭിച്ചെടുത്താണ് ഈ വർഷം 5 മാസങ്ങൾ പിന്നിടുമ്പോൾ 1000 കോടിയിലേക്ക് മലയാള സിനിമ എത്തുന്നത്. ഒപ്പം ഇന്ത്യൻ സിനിമയിൽ 2024 ഗ്രോസ് കളക്ഷന്റെ 20% മലയാള സിനിമയിൽ നിന്നാണെന്നതും എടുത്തു പറയേണ്ട ഒന്നാണ്. നടന്ന സംഭവത്തെ സിനിമയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ മഞ്ഞുമൽ ബോയ്സ് 220 കോടിയിലധികമാണ് ബോക്സ് ഓഫീസിൽ നേടിയത്. ആവേശത്തോടെ പ്രേക്ഷകർ ഫഹദിന്റെ ആവേശം സ്വീകരിച്ചപ്പോൾ ബോക്സ് ഓഫീസിലെത്തിയത് 190 കോടിയാണ്. മരുഭൂമിയിലെ നജീബ് അനുഭവിച്ച യാതന ബ്ലെസ്സിയും പൃഥ്വിരാജും തിയേറ്ററുകളിൽ എത്തിച്ചപ്പോൾ ബോക്സ് ഓഫീസിലേക്ക് എത്തിയത് 175 കോടി. 4 ചെറുപ്പക്കാരുടെ കഥ വളരെ ലളിതമായി പറഞ്ഞു വെച്ചപ്പോൾ പ്രേമലു 160 കോടി നേടി. തീർത്തും പുതുമയോടെ തിയേറ്ററിലെത്തിയ ഭ്രമയുഗം 75 കോടിയും, സിനിമയ്ക്കുള്ളിലെ സിനിമാ ജീവിതം പ്രമേയമാക്കിയ വർഷങ്ങൾക്ക് ശേഷം 50 കോടിയും, ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും 40 കോടിയും, ജയറാം ചിത്രം ഓസ്ലർ 30 കോടിയും നേടി. മലയാള സിനിമ ഡബ്ബ് ചെയ്ത് മറ്റ് ഭാഷകളിൽ ഇറക്കിയപ്പോൾ അവിടെയും നേടിയത് കോടികളാണ്. മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് 100 കോടി നേടിയതും ഏറെ ശ്രദ്ധേയമായിരുന്നു. മറ്റു ഭാഷാ ഇൻഡസ്ട്രികളെ പോലെ എളുപ്പമായിരുന്നില്ല മലയാള സിനിമയുടെ ഈ യാത്ര. ആ യാത്രയെ 2023 മാത്രം താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഈ വർഷത്തെ നേട്ടം എത്ര വലുതാണെന്ന് മനസ്സിലാകും. കഴിഞ്ഞ വർഷം 220 ചിത്രങ്ങൾ ഇറങ്ങിയിട്ട് വിജയിച്ചത് 16 മാത്രമാണ്. വലിയ ഹിറ്റ് അടിച്ചത് 5 ചിത്രങ്ങൾ മാത്രം. 2023 മൊത്തം തിയേറ്റർ ബിസിനസ് ഈ വർഷത്തെ 4 മാസത്തെ കളക്ഷനിലേക്ക് പോലും എത്തിയിട്ടില്ല. OTT കച്ചവടം നടന്നതുകൊണ്ട് മാത്രം വലിയ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വർഷം കൂടിയായിരുന്നു 2023. മലയാള സിനിമ രക്ഷപ്പെടുമോ എന്ന് സംശയിച്ച കാലം. ആ കാലത്ത് നിന്നാണ് ഇന്ന് ഈ നേട്ടത്തിലേക്ക് മലയാള സിനിമ എത്തിയിട്ടുള്ളത്. ഇനി ഗുരുവായൂർ അമ്പലനടയിൽ, ടർബോ തുടങ്ങിയ ചിത്രങ്ങളുടെ ഗ്രോസ് കളക്ഷൻ കൂടി എത്തുമ്പോഴേക്കും 1000 കോടി മറികടക്കുമെന്നാണ് സിനിമാ ലോകം പ്രതീക്ഷിക്കുന്നത്.